വിശേഷം? ദേവൂസ് ലൈഫ് സ്റ്റൈലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അതുപോലെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഞാനിന്ന് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കോ, എനിക്ക് തിക്നെസ് കുറവാണ്, കണ്ടോ, എൻ്റെ പുരുകത്തിന് തിക്നെസ് കുറവാണ്, അതുപോലെ നിറം കുറച്ച് കുറവാണ്, കണ്ടോ. അപ്പം നമ്മുടെ ഫേസിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുരുകമാണ്. അപ്പോൾ പുരുകം എത്രത്തോളം ഷാർപ്പായി നല്ല അടിപൊളിയായിട്ടിരിക്കുക, അപ്പോൾ അത്രത്തോളം നമ്മുടെ ഫേസിന് ഭയങ്കര ക്ലാരിറ്റി കിട്ടും, ഭയങ്കര ഒരു ലുക്ക് കിട്ടും. അപ്പം എന്നെപ്പോലെ ഇപ്പോൾ പുരുകം കുറവുള്ളവരും അല്ലെങ്കിൽ തിക്നെസ് കുറവുള്ളവരും അല്ലെങ്കിൽ നിറം കുറവുള്ളവരും, പുരുകത്തിന് നിറം കുറവുള്ളവരും ഒക്കെ കാണും. അപ്പോൾ അവർക്കൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്, അയ്യോ എനിക്ക് എൻ്റെ ഫേസ് എങ്ങനെ പുരുകം ഒന്ന് നന്നായിരുന്നെങ്കിൽ എനിക്ക് നന്നായിരിക്കും, കുറച്ചും കൂടി ഒരു ഇത് കിട്ടിയേനെ എന്നൊക്കെ തോന്നും. കാരണം ഇതൊക്കെ മുന്നേ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനതെങ്ങനെ ആണ് അതിനെ മാറ്റി എൻ്റെ ലുക്ക് മാറ്റിയെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പുരുകം ഫില്ല് ചെയ്യാനായിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ഇതുപോലൊരു സ്പൂലിയും ബ്രഷും കൂടെ ചേർന്നിട്ടുള്ള ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ടായിരിക്കും. പിന്നെ എക്സ്ട്രാ പുരുകങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഔട്ടർ ലൈന് എടുത്ത് കളയാനായിട്ട് ഇതുപോലത്തെ പ്ലക്കറും ഉണ്ടായിരിക്കും. പിന്നെ 3 ഷെയ്ഡ്സ് ഉണ്ടാവും. ഇത് വാക്സ് ആണ്, ഇത് ബ്രൗൺ, ഇത് ബ്ലാക്ക്. ഇത് 2 പൗഡറാണ്, ഇത് വാക്സ് ആണ്. അപ്പം നമുക്ക് സാധാരണ വാക്സ് ആദ്യം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാറുണ്ട്. ഞാൻ ഇന്ന് വാക്സ് അപ്ലൈ ചെയ്യാതെ ഇത് 2 ഉപയോഗിച്ചിട്ട് ഐബ്രോ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മുടെ പുരുകത്തിൻ്റെ ഷേപ്പ് ആദ്യം നോക്കണം. എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു കർവ് ഉണ്ട്, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്കാണ്, കണ്ടോ. അതുപോലെ മേളിലും അങ്ങനെയാണ്. ഈ പുരുകം അങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഭാഗം ഒരു കർവ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് താഴേക്കാണ്. അപ്പോൾ നമ്മുടെ പുരുകം ആദ്യം നമ്മുടെ പുരുകത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ഈ ബ്രഷ് വെച്ച് ഈ ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എക്സസ് ആയിട്ടുള്ളതൊന്ന് തട്ടിക്കളയാം. എന്നിട്ട് നമുക്കൊരു ഔട്ടർ ലൈൻ വരയ്ക്കാം. കണ്ടോ, കണ്ടോ, ഇങ്ങനെ വരയ്ക്കാം. അതിനുശേഷം ബ്രൗൺ ഷെയ്ഡ് എടുക്കാം. നമുക്ക് എക്സസ് ഉള്ള തട്ടിക്കളയണം. എന്നിട്ട് നമുക്കിതാ ഈ ഭാഗത്ത് ഇത് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ സ്പൂലി വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചീകി കൊടുക്കണം. അപ്പോൾ തന്നെ നമ്മൾ മുകളിൽ വരച്ച ഔട്ടർ ലൈനും താഴത്തെ ഔട്ടർ ലൈനും ഒന്ന് മിക്സ് ആയി പോകും, കണ്ടോ. വരച്ചതായിട്ട് നമുക്ക് തോന്നില്ല. കണ്ടോ, ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അപ്പോൾ നമുക്കിനി ഇത് അതുപോലെ ചെയ്യാം. ആദ്യം നമുക്ക് സ്പൂലി വെച്ചൊന്ന് ചീകി കൊടുക്കാം. ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, വെറുതെ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ 1-2 തവണ വരച്ചൊക്കെ നമുക്ക് പ്രാക്ടീസ് ആകുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം പോലും ഇല്ല. കാരണം അതിങ്ങനെ ചീകി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഔട്ടർ ലൈൻ വരയ്ക്കാം. ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ഔട്ടർ ലൈൻ വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇവിടെ വന്നില്ലേ ഈ ലൈനും, നമ്മൾ മേളിൽ ഇങ്ങനെ വരയ്ക്കാൻ പോകുന്ന ഈ ലൈനും ഇങ്ങനെ ചേരണം. അതിനുശേഷം കണ്ടോ, നമുക്ക് ബ്രൗൺ ഷെയ്ഡ് എടുക്കാം. എന്നിട്ട് ഈ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സ്പൂലി വെച്ചൊന്ന് ചീകി കൊടുക്കാം. കണ്ടോ, ഇനി നമുക്ക് അപ്പോൾ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ബ്ലാക്കിൻ്റെ പൗഡർ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടാണ് ഇങ്ങനെയൊക്കെ ഈ സ്പൂലിയൊക്കെ ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. സ്ഥിരം വരച്ച് നമുക്ക് അങ്ങ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എനിക്ക് ഈ ഭാഗം കുറച്ചും കൂടെ വേണം തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുക്കുവാണ്. കണ്ടോ, അപ്പോൾ എത്ര എളുപ്പത്തിലായിട്ടാണ് ഞാനിവിടെ ഐബ്രോസ് ഫില്ല് ചെയ്തത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഐബ്രോ ഫില്ല് ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ പുരുകം ഫില്ല് ചെയ്യാൻ. വളരെ എളുപ്പമല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നും കരുതുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.